ചുരിദാർ പാൻറ്റിന് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നതാണ്. ഒന്നില്ലെങ്കിൽ എലാസ്റ്റിക് വെക്കും, ഇല്ലെങ്കിൽ വള്ളി. പാൻറ് തയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം ഈ രണ്ട് ഭാഗങ്ങളാണ് സ്റ്റിച്ച് ചെയ്യുക. എലാസ്റ്റിക് ഇടുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അടിക്കലുണ്ട്. അപ്പോൾ വള്ളി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ വരുന്ന ഭാഗം കംപ്ലീറ്റ് അടിക്കുക, ഫ്രണ്ടിൽ വരുന്ന ഭാഗം നമ്മൾ ഇതേപോലെ പകുതി വരെ അടിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് അടിച്ചിറക്കാണ്ട് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അത്രയും ഭാഗത്ത് വന്നിട്ട് ഇതേപോലെ കെട്ടിട്ട് നിർത്തുക. ഈ ഒരു രീതി നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് അടിക്കുന്ന അതേ ഒരു മെത്തേഡാണ് കേട്ടോ. ഇത്രയും സ്റ്റിച്ച് ചെയ്തതിനു ശേഷം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തിലേക്ക് മടക്കി തയ്ക്കണം. അപ്പോൾ ഈ മടക്കി തയ്ക്കുന്ന ഭാഗം നമുക്ക് കുറച്ച് വീതിയിൽ വേണമെങ്കിൽ നമ്മൾ ആ സ്റ്റിച്ച് ഇടുന്നത് കുറച്ചും കൂടെ ഇപ്പുറത്തേക്കാക്കിയിട്ട് സ്റ്റിച്ച് ഇടുക കേട്ടോ. ഞാനിവിടെ വീതി കുറച്ചിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്യാൻ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കേട്ടോ ഇത് എത്ര മടക്കണമെന്ന്. അതായത് ആ ഓപ്പൺ വരുന്ന അത്രയും ഭാഗത്താണ് നമ്മൾ മടക്കേണ്ടത്, ഇതേപോലെ നേരെ വെച്ചിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നേരെ സ്റ്റിച്ച് ചെയ്തിട്ട് ആ ഓപ്പണിന്റെ ഭാഗം എത്തുമ്പോൾ നമ്മൾ സൂചി കുത്തി നിർത്തണം. എന്നിട്ട് ഫൂട്ട് പൊന്തിച്ചിട്ട് നമ്മൾ തുണി ഇതേപോലെ തിരിച്ചിടണം കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്തുള്ള പീസ് മടക്കി അതേപോലെ തന്നെ ഇപ്പുറത്തെ ഭാഗത്തുള്ള ഈ പീസും ഇതേപോലെ മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഈ കുത്തി നിർത്തിയ ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ ഭാഗത്തേക്ക്, അതായത് ഈ മടക്കി വെച്ചിരിക്കുന്ന അത്രയും ഭാഗത്തേക്ക് ഇതേപോലെ നേരെ സ്റ്റിച്ച് ചെയ്യുക. അവിടെ നമ്മൾ കൊണ്ടിട്ട് സൂചി ഇങ്ങനെ തുണിയിൽ കുത്തി നിർത്തുക. അതിനുശേഷം ഫൂട്ട് പൊന്തിക്കുക. അതിനുശേഷം നമ്മൾ ഈ തുണി ഇതേപോലെ തന്നെ തിരിക്കുക കേട്ടോ താഴത്തേക്ക്. ഇനി അത് ഒന്നും കൂടി മടക്കിയ ശേഷം താഴേക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ നോർമൽ ചുരിദാറിനൊക്കെ സ്ലിറ്റ് അടിക്കുന്ന അതേ ഒരു രീതി തന്നെയാണ് കേട്ടോ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പുറം വശം ഉണ്ടാവുക. ഇതിന്റെ അകംവശം ഇതേപോലെയാണ് കേട്ടോ ഉണ്ടാവുക. നമുക്ക് വള്ളി ഇടാനുള്ള ഒരു ഹോളാട്ടോ ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ആ തുണീന്റെ അറ്റഭാഗം ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ആ മടക്ക് ഇപ്പുറത്തേക്കൊന്ന് വെച്ചിട്ട് ഇതേപോലെ ഒരു ഹോള് പോലെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് മറ്റേ അറ്റം വരെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ പാൻറ്റിനൊക്കെ വള്ളി ഇടാൻ വേണ്ടിയിട്ട് ഇതേപോലെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ പുറംവശമാണ് കേട്ടോ ഇത്. ഇനി നമുക്കൊരു വള്ളി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു പിന്ന് ഉപയോഗിച്ചിട്ട് ആ വള്ളി അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വള്ളി ഇടാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാറ്. അപ്പോൾ ഈ വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്ന ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇങ്ങനെ തന്നെയാണോ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ കേട്ടോ.